ഹായ് ഹലോ. അപ്പോൾ നമ്മളൊരു ദിവസത്തെ ട്രിപ്പ് പോകുക കേട്ടോ. വേറെ എവിടെയല്ല, തിരുവൈരാണിക്കുളം അമ്പലത്തിലോട്ടാണ്. വർഷത്തിൽ 15 ദിവസം 12 ദിവസമാണ്ട് ഉള്ളത് തുറക്കുന്നതെന്ന് ഓരോരുത്തർ പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് 5 മണിയായപ്പം വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ ഏകദേശം നേരം വെളുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പോകുന്നത് തന്നെ ഓച്ചിറ അമ്പലത്തിലാണ്. എനിക്ക് വീഡിയോ ഷോർട്ടായിട്ട് മാത്രമേ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴുവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഷോർട്ടായിട്ട് മാത്രമേ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഓച്ചിറയിൽ നേരെ അവിടെ ഒരു കായലോ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിനകത്ത് നിറയെ താമരയായിരുന്നു. അവിടെ വന്നവരൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തു. നമ്മളും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നേരെ പിന്നെ വണ്ടി വിട്ടത് ചോറ്റാനിക്കര അമ്പലത്തിലോട്ടാണ് വണ്ടി വിട്ടത്. പിന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നപ്പോൾ ഏറ്റവും വിഷമം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴുവാൻ പറ്റിയില്ല. അമ്പലത്തിൽ വന്നപ്പോൾ നട അടച്ചു പോയി. കാരണം 1:45 നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തുന്നത് തന്നെ. അത് കാരണം ആർക്കും തൊഴുവാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്നവരൊക്കെ കുറച്ച് പേര് പുറത്തൊക്കെ നിന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കൊണ്ടുപോയത് അവിടെ വെച്ച് ആ സൈഡിൽ തന്നെ ഇരുന്ന് എല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ വിട്ടത്. നേരെ അവിടെ നിന്ന് പോയത് പിന്നെ തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിലോട്ടാണ് അവിടെ നിന്ന് വിട്ടത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് കരുതുന്നുണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റ് വണ്ടിയും കാറും ഒക്കെ അത്യാവശ്യം അവിടെ കിടപ്പുണ്ടായിരുന്നു. വണ്ടി കാണുമ്പോഴേ നമുക്കറിയാം അത്യാവശ്യത്തിലേറെ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു അവിടെ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് തറയിലൊക്കെ വലിയ ചരലും ഇതുമൊക്കെ ആയിട്ട് അത്യാവശ്യം പോച്ചയൊക്കെ പിടിച്ച് കിടന്നൊരിതായിരുന്നു. ഈ പ്രാവശ്യം ചെന്നപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രില്ലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളെ കൂടെ വന്നവരെല്ലാവരും കൂടി ആയിട്ട് പോയി പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാല് പാസും കൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് വിട്ടത്. നേരെ ഫസ്റ്റ് അമ്പലത്തിലോട്ട് കയറി നടയിലോട്ട് കയറുന്ന ബാക്കി തന്നെ ഫസ്റ്റ് നമ്മൾ ചെരുപ്പ് എവിടെ ഒതുക്കിയിടുമെന്നാണ് ആദ്യമേ നോക്കി ഞങ്ങൾ പോയത്. ഞങ്ങൾ പിന്നെ ചെരുപ്പ് ഒരു മൂലയിലോട്ട് ഒതുക്കിയിട്ടിട്ട് നടയിലോട്ട് കയറി. വീഡിയോ പിടിക്കാൻ ഓവറായി പറ്റിയിട്ടില്ല അമ്പലത്തിലോട്ട് കയറിയപ്പം. പിന്നെ അവിടെ എന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ അതൊരു 1.5 ക്യൂ ആയിരുന്നു. ഇന്ന് മനുഷ്യൻ്റെ ഉപ്പാട് വന്ന ആ ഒരു ക്യൂ ആയിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ പർച്ചേസിങ് നടത്തി അമ്പലത്തിൽ കയറി നമ്മൾ തൊഴുതു. ക്യാമറ അവർ ചെറിയ രീതിയിൽ ഒരു പർച്ചേസിങ് നടത്തിയിട്ടുണ്ട്. സംഭവം കണ്ടോ, പൈസ അധികം ഇല്ലാത്തത് ചെറിയ രീതിയിൽ മാത്രമേ നമ്മൾ വേണ്ട പൈ കണ്ടോ. കമ്മൽ മാത്രം പർച്ചേസിങ് നടത്തി. ഒരു കമ്മൽ 2 കമ്മൽ ഭ്രാന്തി ആയതുകൊണ്ട് കുറച്ച് കമ്മൽ മാത്രം. ക്യാമറമാൻ ബാക്കിലോട്ട് ക്യാമറ പിടിക്കും. പർച്ചേസിങ് ചെറിയ തോതി മാത്രമേ ഞങ്ങൾ പർച്ചേസിങ് നടത്തുള്ളൂ. പൈസ ഇല്ലാത്തതുകൊണ്ട് ഊനൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെയുള്ള സാധനങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരായതുകൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തിരുവൈരാണിക്കുളം അമ്പലത്തിലുള്ള മഹാദേവനും ശ്രീപാർവതിയും വീഡിയോ ഇതാണ്. ഇനിയിപ്പോൾ നേരെ വണ്ടി കയറുക. വണ്ടി നേരെ ഇനി ഏത് അമ്പലത്തിലോട്ടാണെന്ന് അറിയുന്നില്ല. സമയം ഇപ്പം എത്ര ആയെന്നൊന്നും എനിക്കറിയില്ല. സമയം ഇപ്പോൾ 6:28 ആയിട്ടുണ്ട് സമയം. നേരെ ഞങ്ങളുടെ ഇവിടെ നേരെ വണ്ടി കയറാൻ പോകാം. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിടുന്നത് ആലുവ ശിവക്ഷേത്രത്തിലാണ്. അവിടെ എത്തിയപ്പോഴും അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് നിന്ന് എല്ലാവരും തൊഴുതു. അവിടെയാണ് നമ്മുടെ ദിലീപിൻ്റെ വീടെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. അവിടെ ഒരു കുളമോ എന്താണ്ട് ഉണ്ടായിരുന്നു. ബലിതർപ്പണമൊക്കെ ചെയ്യുന്ന അവിടെ നിന്ന് ഓരോരുത്തർ പറയുന്നത്. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും. അപ്പോഴവിടെ കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നു. അവിടെ നേരെ കയറി വന്നപ്പോഴത്തേന് ചൂട് കപ്പലേണ്ടി പറക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു കൊതി. അങ്ങനെ അണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് 2-3 കപ്പലേണ്ടി മേടിക്കാം പൊതി. അങ്ങനെ അവിടെ നിന്ന് 2-3 കപ്പലേണ്ടി പൊതി മേടിച്ചു. അത് 3 ഞാൻ തിന്നേണ്ട അവസ്ഥയായിരുന്നു. അവർക്കൊന്നും വേണ്ടായിരുന്നു. മണ്ണ് കടിക്കുന്നു പറഞ്ഞ് അവരൊന്നും കഴിച്ചില്ല. അവസാനം ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വന്നു. പിന്നെ ചെറിയ പാട്ടും തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ ചെറിയ പാട്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വണ്ടിയിലിരുന്ന് എല്ലാവരും ആട്ടവും പാട്ടും ഒക്കെ ആയി അങ്ങ് ഉറങ്ങിപ്പോയി. എല്ലാവരും റെസ്റ്റ് എടുത്തങ്ങ് ഉറങ്ങിപ്പോയി. ഏകദേശം അവിടെ 2:45 ആയപ്പം നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോഴാണ് പിന്നെ എല്ലാവരും ഉണർന്നത്. ഇടയ്ക്ക് ഇൻ്റർവെല്ലെടുത്ത് കാപ്പി കുടിക്കാനൊക്കെ നിർത്തി. കാപ്പിയൊക്കെ കുടിച്ച് നേരെ തൻ്റെ വീട്ടിലോട്ട് വിട്ടു.